ഷഫീദ്, അതൊരു പുതിയ വിവരമാണ്. ഇപ്പോൾ വീണ്ടും സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ പോകുന്നു സർക്കാരിന്. ഇനിയിപ്പോൾ സിംഗിൾ ബെഞ്ചിലേക്ക് പോകുകയാണല്ലോ ഹർജിക്കാരി, അതുകൊണ്ട് അതിൻ്റെ തീരുമാനം കൂടി വരട്ടെ എന്ന് കരുതി മാറി നിൽക്കുമോ? നമുക്ക് അറിയില്ല. അത്തരമൊരു സാധ്യത ഇപ്പോഴിതാ ഇമ്മീഡിയറ്റായി ഹർജി ഫയൽ ചെയ്യാൻ പോവുകയാണെന്നാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പറഞ്ഞത്. അങ്ങനെ മാറി നിൽക്കാൻ ഇനിയിപ്പോൾ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരം ഇന്ന് 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടും, സമയം അറിയിക്കുമെന്ന് അപേക്ഷകരോട് സാംസ്കാരിക വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഞാൻ മുൻപും അത് തന്നെയാണ് പറഞ്ഞത്. അപേക്ഷ കൊടുത്ത മാധ്യമപ്രവർത്തകരോട് അത് അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും അക്കാര്യം അത് അറിയിച്ചൊരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരും. അതിനകത്ത് തർക്കത്തിന് ഇനി വഴിയില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു വിജയകുമാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കോടതി നിർദ്ദേശിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങൾ അത് ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഏതാണ്ട് 295 പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 60-ലധികം പേജുകൾ ഉണ്ടാകില്ല എന്നുള്ളതും നേരത്തെ തന്നെ കോടതി പറഞ്ഞ കാര്യമാണ്. അതാണ് സ്വകാര്യതയെ മാനിക്കുന്ന ഒരു വിവരമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ക് ഇങ്ങനെയാണ് വിജയകുമാർ. 295 പേജുള്ള റിപ്പോർട്ടിലെ 62 പേജുകൾ ഒഴിവാക്കും. ഈ നേരത്തെ പരസ്യമാക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിരുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഒഴിവാക്കുക. പേജ് നമ്പർ 49 ചില ഭാഗങ്ങൾ, 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില മൊഴികൾ, ഇതടക്കമുള്ള സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റു വിവരങ്ങളായിരിക്കും ഒഴിവാക്കുക. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് മാധ്യമപ്രവർത്തകർക്ക്, അപേക്ഷ കൊടുത്ത മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കും എന്നുള്ള വിവരം അത് സാംസ്കാരിക വകുപ്പ് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും വിജയകുമാർ, ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്ന ആ ഒരു സമയം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി, അതിലേക്കൊന്നും സംസ്ഥാന സർക്കാർ കാത്തിരിക്കുന്നില്ല. കാരണം ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമെന്നാണ് താല്പര്യമെന്ന് CPM അടക്കം പരസ്യമായ ഒരു നിലപാടെടുത്തു. സർക്കാരും മന്ത്രിമാരും ഒക്കെ, വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ അത് വ്യക്തമായി പറയുകയും പിന്നീട് അതിങ്ങനെ ലാഗായി പോവുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അത് സംസ്ഥാന സർക്കാരിന് വലിയ തലവേദനയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ രഞ്ജിനിയുടെ ഹർജി അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയൊരു സാഹചര്യത്തിൽ, ഇനിയിപ്പോൾ ആ തടസ്സ ഹർജി തള്ളിയൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാത്തിരിപ്പ് അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. ഇന്ന് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും വിജയകുമാർ. യെസ് ഷഫീദ്, തുടരുക. ശ്രീകാന്ത് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമെന്നാണ്. ഇപ്പോൾ രഞ്ജിനിയുടെ അഭിഭാഷകൻ തന്നെ പറയുന്നു സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമെന്ന്, അടിയന്തരമായി ഹർജി നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ആ റിപ്പോർട്ട് അപേക്ഷ നൽകിയവരുടെ കൈകളിലെത്തും ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ച്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ശ്രമമായിരിക്കുമോ ഹർജിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവുക? ഒരു ഇടക്കാല സ്റ്റേയോ അല്ലെങ്കിൽ ഒരു ഇടക്കാല ഇടപെടൽ എന്തെങ്കിലുമോ സിംഗിൾ ബെഞ്ചിൽ നിന്ന് പ്രതീക്ഷിച്ച് അടിയന്തര നടപടിയിലേക്ക് കടക്കാനാണോ അപ്പോൾ നടി രഞ്ജിനി അവരുടെ അഭിഭാഷകനും ഒക്കെ ആലോചിക്കുന്നുണ്ടാവുക? വിജയകുമാർ, കോടതിയിലെ ഒരു നടപടിക്രമം അനുസരിച്ച് അദ്ദേഹത്തിന് ഇന്ന് തന്നെ ഈ ഹർജി ഫയൽ ചെയ്ത് കോടതിയുടെ മുന്നിലെത്തി അത് പരിഗണിച്ച് അതിന്മേലൊരു സ്റ്റേ ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് ഇന്ന് 5 മണിയൊക്കെ സർക്കാർ സമയം പറയുമ്പോൾ അതിനു മുൻപ് അത് നടത്തിയെടുക്കുക എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യം സംശയമാണ്. 2 സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ കയറ്റുക, ഈ ഹർജി കോടതി മുൻപാകെ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല രാവിലെയാണ് അത്തരത്തിൽ സ്പെഷ്യൽ മെൻഷനിങ് ഒക്കെ നടത്തി കേസുകൾ ഉണ്ടെങ്കിൽ കോടതിയുടെ മുന്നിലേക്ക് എത്തിച്ച് അതെടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഈ ഉച്ചയ്ക്ക് 1:45 അത്തരം ഒരു രീതി സാധാരണഗതിയിൽ അഭിഭാഷകർ ചെയ്യാറുണ്ട്. ആ ഒരു നീക്കം നടത്തുമോ എന്ന് കണ്ടറിയണം. പക്ഷേ ഇത് അത്ര ഗൗരവമുള്ള, അത്ര കാര്യമാത്ര പ്രസക്തിയുള്ള കാര്യമാണ് എന്ന് കോടതിക്ക് കൂടി ബോധ്യപ്പെടണം. എങ്കിലേ അത്തരത്തിൽ സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെയൊക്കെ ഈ കേസ് വരുമ്പോൾ കോടതി പരിഗണിക്കാനിടയുള്ളൂ. ഇതിനോടകം ഒരു സിംഗിൾ ബെഞ്ച് പരിഗണിച്ചു, അത് തള്ളി. അതിനുശേഷം ഒരു ഡിവിഷൻ ബെഞ്ച്, അതും ചീഫ് ജസ്റ്റിസിൻ്റെ ചുമതലയുള്ള ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അടക്കം ഉള്ള ബെഞ്ചാണ് ഇന്ന് അത് പരിഗണിച്ചത്. അവർ കൂടി തള്ളിയ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെയൊക്കെ ഇനി ഹർജി അടിയന്തര പ്രാധാന്യമുള്ളതാണ് എന്ന് ചൂണ്ടിക്കാട്ടി കയറ്റാനുള്ള സാധ്യത, അത് കോടതി എടുക്കാനുള്ള സാധ്യത, ഒരു അടിയന്തര സ്റ്റേ നൽകാനുള്ള സാധ്യത, അതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. എങ്കിലും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. താൻ ഇന്ന് തന്നെ ഈ ഹർജി ഫയൽ ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. സിംഗിൾ ബെഞ്ചിനെ സമീപിക്കും എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അറിയില്ല അത് എത്രത്തോളം പ്രായോഗികമാണ്, അത് എത്രത്തോളം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സാങ്കേതികമായി നടക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹം ശ്രമിക്കും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും അദ്ദേഹം പുറത്തേക്ക് എത്തും എന്നാണ് കരുതിയിരിക്കുന്നത്. സജിമോൻ പാറയിൽ കൊടുത്ത ഒരു ഹർജി കൂടി, ഒരു അപ്പീൽ ഹർജി കൂടി ഉണ്ട്. അത് പരിഗണിക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അതും തള്ളാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാകുന്നത്. ഒരുമിച്ച് ഇവർ പോകുമോ, ഇനി സിംഗിൾ ബെഞ്ചിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
ഇവർക്ക് മുന്നിലുള്ളത്. സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുക എന്നുള്ളതാണ്. സർക്കാരിന് ഇനി കാത്തിരിക്കേണ്ട ഒരു കാര്യവുമില്ല, നിയമ തടസ്സങ്ങളില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വഴി തുറന്നു കിടക്കുകയാണ്. പുറത്ത് വിടേണ്ട സാധനമാണെങ്കിൽ അത് പുറത്ത് വിടാം. ഇതിൽ ശ്രീകാന്ത്, ഇപ്പോൾ ഈ ഇന്ന് വന്ന ഹർജിയിൽ ഏതെങ്കിലും തരത്തിൽ അവർ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഒരു ഇടപെടൽ കോടതി നടത്താൻ ഇരുന്നത്. തന്നെയുമല്ല, ഇത് പുറത്തു വരാതിരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത് എന്ന മറ്റുള്ളൊരു ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ഇത്തരമൊരു ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇനിയിപ്പോൾ ഇതേ ഉത്തരവ് പുറപ്പെടുവിച്ച സിംഗിൾ ബെഞ്ചിലേക്കാണ് വീണ്ടും സമീപിക്കാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ ബെഞ്ച് ഇതിനോടകം ഈ വ്യക്തിഗത ആശങ്കകൾ ഉന്നയിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിൽ അവർക്കൊരു ഒരു സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മൊഴികൾ, അവരുന്നയിച്ച കാര്യങ്ങൾ അതൊക്കെ പുറത്തു വരാതെ ഏതാണ്ട് 82 പേജുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് പുറത്തു വരുന്നത്. അപ്പോൾ ആ ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് ഇതിനോടകം ഡിവിഷൻ ബെഞ്ചിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നേരത്തെ സിംഗിൾ ബെഞ്ച് അതിൻ്റെ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ മറിച്ചൊരു ഇടപെടലിന് സാധ്യത നിയമപരമായി ഈ ഘട്ടത്തിൽ കാണുന്നില്ല അല്ലേ, നമ്മളുടെ ഒരു വിലയിരുത്തലിൽ? സാങ്കേതികമായ വിജയകുമാർ അങ്ങനെ തന്നെ പറയാം. അതായത് ഉച്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ രഞ്ജിനിയുടെ അപ്പീൽ സിംഗിൾ ബെഞ്ച് മുമ്പാകെ എത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം സിംഗിൾ ബെഞ്ച് മുമ്പാകെ അത് വരും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ അത് കോടതി പരിഗണനയ്ക്കെടുക്കുമോ, ഇന്ന് തന്നെ പരിഗണിക്കുമോ, ഇന്ന് തന്നെ വിധി വരുമോ എന്നുള്ളത് സംശയകരമാണ്. അത് നേരത്തെ സിംഗിൾ ബെഞ്ച് വിശദമായി വാദം കേൾക്കുക കൂടി ചെയ്ത കാര്യമാണ്. അതിനാൽ തന്നെ ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സിംഗിൾ ബെഞ്ചിലേക്ക് വീണ്ടും ഈ ഹർജി രഞ്ജിനിയുടെ അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ എത്തിക്കാൻ പോകുന്നു. അദ്ദേഹം സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഹർജി ഫയൽ ചെയ്തോ ഏത് വിധേനയും കോടതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വഴി. അദ്ദേഹം അതിനുവേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഏതെങ്കിലും തരത്തിൽ കോടതി ഇടപെടൽ ഉണ്ടായാൽ വീണ്ടും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് നീളും. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഉത്തരവ് പ്രകാരം ഒരു തടസ്സവും ഇപ്പോഴില്ല. ഈ ശ്രീകാന്ത്, സജിമോൻ പാറയിൽ നൽകിയ അപ്പീലിൽ കോടതി ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അത് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ ഒരു അപ്പീലാണ്. അപ്പോൾ അതിൽ ഒരു വാദം കേൾക്കൽ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. അപ്പോൾ സ്റ്റേ ഒന്നും നൽകാത്തിടത്തോളം കാലം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അപ്പോൾ സർക്കാരിന് നിയമപരമായി അതിന് ഉള്ള സ്വാതന്ത്ര്യം ഇപ്പോഴുണ്ട്. ഇനിയിപ്പോൾ ഒരു ഡിവിഷൻ ബെഞ്ച് ആ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച് എന്തെങ്കിലും നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്താൽ അത് വേണമെങ്കിൽ ഒരു കാരണമായി മുന്നോട്ട് വയ്ക്കാവുന്നതാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിനും സംസ്ഥാന വിവരാവകാശ ഓഫീസർക്കുമൊക്കെ. അപ്പോൾ അതിൻ്റെ സാധ്യതയുണ്ടോ? അത്തരമൊരു ഹർജി ഫയലിൽ സ്വീകരിക്കുമോ? വാദം പുരോഗമിക്കുകയാണെന്ന് നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചിരുന്നു. വിജയകുമാർ, ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, 3 മണിക്കകം രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കാൻ നിർദ്ദേശം വന്നിട്ടുണ്ട്. സിംഗിൾ ബെഞ്ചിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് 5 മണിക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടും എന്ന് സർക്കാർ പറയുമ്പോൾ 3 മണിക്ക് തന്നെ കോടതിയിൽ നിന്നുള്ള നിയമപരമായ പ്രതിസന്ധി, നിയമപരമായ പ്രശ്നം അത് മാറിക്കിട്ടും എന്ന് തന്നെ കരുതാം. അതായത് ഈ ഹർജി രഞ്ജിനിയുടെ അപ്പീൽ അത് 3 മണിക്ക് പരിഗണിക്കാൻ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ സാങ്കേതികമായ ആ പ്രശ്നം, പ്രതിസന്ധി നീങ്ങിക്കിട്ടിയിരിക്കുന്നു. ഈ ഫയലിങ്ങിൻ്റെയും കോടതി പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് നീങ്ങി. കോടതി അത് പരിഗണിക്കും, 3 മണിക്ക് പരിഗണിക്കും, സിംഗിൾ ബെഞ്ച് അതെടുക്കും, ഡിവിഷൻ ബെഞ്ച് അതിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ 3 മണിയോടുകൂടി അതിന്മേൽ വിധിയുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് എല്ലാത്തരം നിയമപ്രശ്നങ്ങളും എല്ലാത്തരം നിയമപരമായ പ്രതിസന്ധികളും ഇന്ന് 3 മണിക്കകം തീരും. അതിനുശേഷം 5 മണിയോടുകൂടി സർക്കാരിന് അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാം. ഇനി സ്റ്റേ കൊടുത്ത് അവരുടെ ഭാഗം വിശദമായി വീണ്ടും കേൾക്കാൻ സിംഗിൾ ബെഞ്ച് തീരുമാനിച്ചാൽ റിപ്പോർട്ട് ഇന്ന് പുറത്തു വരില്ല. ഇനി അഥവാ സ്റ്റേ ഇല്ല, റിപ്പോർട്ട് പുറത്തുവിടാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിടുകയാണ്, രഞ്ജിനിയുടെ അപ്പീൽ തള്ളുകയാണ് എന്നുണ്ടെങ്കിൽ 5 മണിക്കകം റിപ്പോർട്ട് പുറത്തു വരും. എല്ലാവർക്കും റിപ്പോർട്ട് ലഭ്യമാവുകയും ചെയ്യും. യെസ്, ശ്രീകാന്ത് തുടരുക. ഇതാണ് അല്പസമയം മുമ്പ് കോടതിയിൽ നടന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായ നടി രഞ്ജിനി നൽകിയ തടസ്സ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. പരാതിക്കാരിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. തൊട്ടു പിന്നാലെ പ്രതികരിച്ച
രഞ്ജിനിയുടെ ഹർജിക്കാരുടെ അഭിഭാഷകൻ സിംഗിൾ ബെഞ്ചിനെ ഉടൻ സമീപിക്കും എന്നറിയിച്ചു. സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ ഇന്ന് ഉച്ചവരെ ഏതാണ്ട് 3 മണിക്കകം രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിംഗിൾ ബെഞ്ചിനാണ് ഡിവിഷൻ ബെഞ്ച് ഈ നിർദ്ദേശം നൽകിയത്. അതിനിടയിൽ കോടതിയിൽ നിന്നൊരു ചോദ്യമുണ്ടായി. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പുറത്തു വരുന്നത് തടയുകയാണോ, അല്ലെങ്കിൽ അത് പുറത്തു വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി. ഈ സമയം സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ട് പുറത്തുവിടും, ഇന്ന് തന്നെ പുറത്തുവിടുമെന്ന തീരുമാനം അറിയിക്കുന്നു. ഇത് ഇന്ന് 5 മണിക്ക് മുമ്പ് റിപ്പോർട്ടിൻ്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം അത് അപേക്ഷിച്ച 5 മാധ്യമപ്രവർത്തകർക്ക് നൽകും. അവരോടത് കൈപ്പറ്റാൻ ഇന്ന് എത്തണമെന്ന് അറിയിച്ചു എന്ന വിവരം വരുന്നു.